ഹലോ എവ്രിബാഡി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ യാത്ര കൊച്ചിക്കാണ്. ഉദ്ദേശം രണ്ടാണ്. ഒന്ന്, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ദുബായ്ക്ക് പോവാണ് അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക്. സോ അവളെ മീറ്റ് ചെയ്യണം. അതേപോലെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് UK നിന്ന് വന്നിട്ടുണ്ട്, അവനെ മീറ്റ് ചെയ്യണം. ഇങ്ങനെ രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് കൊച്ചിക്ക് പോകുന്നത്. ഫൈനലി അവൾ എത്തിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ തന്നെ ഇന്നും ഞങ്ങൾക്ക് നല്ല പോസ്റ്റ് തന്നു. ഇവരിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വ്ളോഗിങ്ങിനെ പറ്റിയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി റീസെൻ്റ്ലി ആണ് വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും മറന്നു പോകും ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ ഉടനെ തന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ബിടെക്കിന് പഠിച്ചപ്പോൾ ഉള്ള പോലെ തന്നെയാണ് ഇപ്പോഴും. എങ്ങനെയായിരുന്നു അന്ന് അതേപോലെ തന്നെ ഇപ്പോഴും. ഞങ്ങളെല്ലാം ഷെയർ ചെയ്യും, എപ്പോഴും കാണാൻ ശ്രമിക്കും. പണ്ടത്തെ പോലെ എപ്പോഴും ഒന്നും പറ്റാറില്ലെങ്കിലും മാക്സിമം പറ്റുമ്പോൾ ഒക്കെ ശ്രമിക്കാറുണ്ട്. 2015 ഞങ്ങൾ ആക്ച്വലി എൻജിനീയറിങ്ങിന് ജോയിൻ ചെയ്യുന്നത്. അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും ഞങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു അവർ ഹസ്ബൻഡ്സ്. കല്യാണം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവൾ വന്നപ്പോൾ എനിക്ക് നമ്മുടെ പലാരിവട്ടത്തുള്ള ജയലക്ഷ്മി എന്ന് ഒരു ഫാബ്രിക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ കോൾ വഴിയാണ് ഈ ഫാബ്രിക് കണ്ടത്. ഞാൻ നേരിട്ട് കാണാത്തതുകൊണ്ട് തന്നെ ഐ വാസ് ബിറ്റ് ടെൻസ്ഡ്, ബിക്കോസ് എനിക്കൊരു ഫംഗ്ഷന് വെയർ ചെയ്യാനായിട്ടുള്ളതായിരുന്നു. പക്ഷേ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് വാവ്. നല്ല മൽച്ചന്തേരിയിൽ വരുന്ന ഒരു ഫാബ്രിക്കാണ്. ഒരു റസ്റ്റിക് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. ഹെം ഏരിയയിൽ കുറച്ച് നല്ല വലിയ ബുട്ട വർക്ക്സും അതേപോലെ ബോഡി പോർഷൻസിലൊക്കെ കുഞ്ഞു കുഞ്ഞു ബുട്ട വർക്ക്സും ഉള്ളൊരു ഫാബ്രിക്കായിരുന്നു. ഇതിൻ്റെ പിന്നിൽ വേറൊരു കഥയുണ്ട് കേട്ടോ. ഞാൻ ഈ ഫാബ്രിക് ഡിസൈൻ ചെയ്ത് ഫംഗ്ഷന് വേണ്ടിയിട്ട് എൻ്റെ യൂണിറ്റ് തന്നെ സ്റ്റിച്ചൊക്കെ ചെയ്തു. പക്ഷേ എനിക്കിത് വെയർ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് അലനെയും കൂടെ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഫൈനലി അലനും വന്നു. ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഒക്കെ പറയുമായിരുന്നു മേ ബി എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളൊരു മീറ്റപ്പ് ഇത് ലാസ്റ്റ് ആയിരിക്കും. കാരണം എല്ലാവരുടെയും ലീവിൻ്റെ സൗകര്യം എല്ലാം കൂടെ നോക്കുമ്പോഴത്തേനും അറിയില്ല. എനിവേസ് ലെറ്റ്സ് ട്രൈ. ഞങ്ങൾ ആദ്യം പോയത് കാക്കനാടുള്ള ഗായിയിലായിരുന്നു. നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒത്തിരി സംസാരിച്ചിരുന്നു. അല്ലനെ ഒരു വർഷം കൂടി കാണുന്നതായതുകൊണ്ട് അവൻ്റെ ഒത്തിരി വിശേഷം കേൾക്കാനും ഉണ്ടായിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ടത് ഇവരുടെ ഒരു ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആയിരുന്നു. ആക്ച്വലി ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ആ ദിവസം ഞങ്ങൾ കൊച്ചിയിൽ സ്റ്റേ ആയതുകൊണ്ട് തന്നെ വി ഹാഡ് ലോട്ട്സ് ഓഫ് ടൈം. ഞങ്ങൾ ഭയങ്കര റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്ത് ഒക്കെയാണ് ഓരോ സ്ഥലത്തുനിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ക്ലബ് സോറോയിലേക്കായിരുന്നു. ആക്ച്വലി അത് എലൻ്റെ സജഷൻ ആയിരുന്നു. ഒത്തിരി വ്ളോഗേഴ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര പാർട്ടി വൈബുള്ള ഒരു സ്ഥലമൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി അത് കറക്റ്റാണ് കേട്ടോ. നല്ലൊരു ഭയങ്കര എന്താ പറയുക, ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ്. എടുത്തു പറയേണ്ടത് അവിടുത്തെ ഫുഡാണ്. ഭയങ്കര ടേസ്റ്റി ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോയി. ആ ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഉറങ്ങാതെ ഇരുന്ന് സംസാരിച്ചു. പിറ്റേ ദിവസം രാവിലെ ആയി. എല്ലാവർക്കും വർക്കിന് കയറണമായിരുന്നു, നേരത്തെ ഇറങ്ങണമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സംസാരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ നേരത്തെ എണീറ്റ് റെഡി ആയിരുന്നു സംസാരിക്കാൻ തുടങ്ങി. ആക്ച്വലി ഞങ്ങൾക്കൊരു ടോപ്പിക്കൊന്നും വേണ്ട, സംസാരിച്ചിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോളും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ അച്ഛൻ ഞങ്ങൾ ബിടെക്കിന് പഠിക്കുമ്പോൾ ഇപ്പം സപ്പോസ് ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തൂലോ. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഫോൺ ചെയ്യാൻ തുടങ്ങും ഞങ്ങൾ 4 പേരും. പിന്നെ അന്നത്തെ ദിവസം നടന്നതൊക്കെ ഒന്ന് ഗ്ലിംസ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അച്ഛൻ ചോദിക്കാറുണ്ട്, നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ നിന്ന് കണ്ടിട്ട് വന്നല്ലേ ഉള്ളൂ, പിന്നെ എന്താ ഇവിടെ വന്നിട്ട് സംസാരിക്കാമെന്ന്. അതേപോലെ തന്നെയാണ് ഇപ്പോഴും. എനിവേസ് അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമത്തോടെ അവളെ പറഞ്ഞയച്ചു. പിന്നെ അവൾ ഹസ്ബൻഡിൻ്റെ അടുത്തേക്കാണല്ലോ പോകുന്നതെന്ന് ഓർത്തിട്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്.